അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷിൻ്റെ സംസ്കാരം ഇന്ന് ചെന്നൈ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് പോരൂർ വൈദ്യുത ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. കൂടുതൽ വിവരങ്ങളുമായി എസ് പിയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ തരുമ്പോൾ ഗായിക സുജാത അവിടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപാട് നല്ല പാട്ടുകൾ സുജാത എസ് പിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. മനേഷ് മൂർത്തി വീട്ടിൽ നിന്നും തത്സമയം ചേരുന്നു. മനേഷ്, മറ്റ് ആരൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് ഗായിക സുജാത അദ്ദേഹത്തിന് അവസാനമായ ഒരു നോക്ക് കാണാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയത്. സംഗീത സംവിധായകൻ ശരത്തും ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി മുറിക്കകത്താണുള്ളത്, അല്ലെങ്കിൽ വീടിനകത്താണുള്ളത്. അങ്ങനെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ ഇവിടേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഇന്നലെ രാത്രി ഇവിടെ എത്തിയിരുന്നു. 8 മണിയോട് കൂടിയാണ് ജയറാം എത്തിയത്. ജയറാമും വൈകുന്നേരം അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രമുഖരായിട്ടുള്ള ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ, കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സംഗീതജ്ഞരൊക്കെ ഇന്നെത്തും എന്നുള്ളതാണ് ബന്ധുക്കൾ നമുക്ക് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അത്തരത്തിൽ മാത്രമല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകളെ ആരാധിച്ചിരുന്ന ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന, വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ഈ 4 പതിറ്റാണ്ടും അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകളെല്ലാം തന്നെ, ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് കണ്ട നാഗി എന്ന് പറയുന്ന ഡ്രമ്മർ അദ്ദേഹത്തിന്റെ തുടക്കകാലം മുതൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അവരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത്രയും ആളുകളെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ, അതായത് കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും അത്തരത്തിൽ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് അവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. എന്തായാലും പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വൈകിട്ട് ഉച്ചയ്ക്ക് 1:30 മണിയോട് കൂടി പോരൂരിലെ വൈദ്യുത ശ്മശാനത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇനിയും നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി എത്തുന്നു, അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.